Xylem Learning. It's me, Mufida. മക്കളെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് MCQs നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, when balanced forces act on a body, the body dash. അല്ലേ, നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? മസ്റ്റ് റിമെയിൻ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. നമുക്കറിയാം അല്ലേ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇഫ് ഓൾറെഡി മോഷനിലാണെങ്കിൽ അതെന്താകും? മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും അല്ലേ. മസ്റ്റ് കണ്ടിന്യൂ മൂവിങ് എൻ യൂണിഫോം വെലോസിറ്റി ഇഫ് ഓൾറെഡി ഇൻ മോഷൻ നമുക്കറിയാം. സോ ഓപ്ഷൻ 2 റൈറ്റ് ആണ്. ആൻഡ് തേർഡ് വൺ, മസ്റ്റ് എക്സ്പീരിയൻസ് സം ആക്സിലറേഷൻ. നെവർ അല്ലേ, അൺബാലൻസ്ഡ് ഫോഴ്സിന് മാത്രമാണ് ആക്സിലറേഷൻ ഉണ്ടാക്കാൻ കഴിയുക അല്ലേ. സ്പെഷ്യൽ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമല്ല, നമ്മൾ പഠിച്ചതാണ്. സോ ഹിയർ വി ഹാവ് ഓപ്ഷൻ ഡി ആസ് ദി റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഫോഴ്സ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്. നമുക്കറിയാം ഫോഴ്സ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് അല്ലേ, അറിയാം. An object of mass 100 kg is accelerated uniformly from a velocity of. അല്ലേ, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. മാസ് തന്നിട്ടുണ്ട് 100 kg ആണ്. ഫ്രം എ വെലോസിറ്റി ഓഫ് 4 meter by second to 8 meter by second അല്ലേ. നമ്മൾക്ക് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 4 meter by second ആണ്. ഫൈനൽ വെലോസിറ്റി v തന്നിട്ടുണ്ട്, അത് 8 meter by second ആണ്. അതിനെത്രയുള്ള സമയം തന്നിട്ട് 2 സെക്കൻഡ് ആണ്. മാസ് തന്നിട്ടുണ്ട്, അത് 100 kg ആണ്. Calculate the initial and final momentum of the object ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനീഷ്യൽ മൊമെന്റം നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് മൊമെന്റം കണ്ടുപിടിക്കുക? മാസ് ഇൻറ്റു വെലോസിറ്റി. സോ ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും. സോ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 4 എന്ന് വരും അല്ലേ. 4 ആയിരുന്നല്ലോ അല്ലേ, ഇനീഷ്യൽ വെലോസിറ്റി 4 ആയിരുന്നു. Then we will get 400 kilogram meter by second. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഫൈനൽ മൊമെന്റം mv ആണ് അല്ലേ. m into v that is equal to 100 into 8. Then we will get 800 kilogram meter by second. So this is the answer. നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ we will get option A as the right answer അല്ലേ. So we got the answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. 4th ക്വസ്റ്റ്യൻ ആണ്. എ ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ മൂവ്സ് എ ബോഡി. എപ്പോഴാണ് നോക്കിയോ, എപ്പോഴാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ബോഡി ഇസ് ലെസ് ദാൻ 50 അല്ലെ. നമ്മൾ മനസ്സിലാക്കണം, ഒരു ബോഡി അല്ലെ, നമ്മളൊരു ടേബിളിനെ അല്ലെ നീക്കിയിരുന്ന അല്ലെ, നമ്മൾ ടേബിളിനെ എങ്ങനെ പുഷ് ചെയ്യാണെന്ന് വിചാരിച്ചോളൂ. നമുക്കറിയാം നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് അവിടെ അല്ലെ നമ്മൾ ആ ഫ്ലോറും ആ ടേബിളിൻ്റെ ആ ലെഗും തമ്മിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകും. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനേക്കാളും കുറവാകുമ്പോൾ, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും കൂടുതൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുമ്പോഴാണ് ആ ബോഡിക്ക് മൂവ് ചെയ്യാനാവുക. എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആയിരിക്കണം കൂടുതൽ ഉണ്ടാകേണ്ടത്. സോ ഇവിടെ നോക്കിയോ, ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ബോഡി ഇസ് ലെസ് ദാൻ 50 അല്ലേ, 50. സോ അതാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവും നമ്മൾ കൊടുക്കുന്നത് കൂടുതലാകുമ്പോഴാണ് നമ്മൾ വിചാരിച്ച ഭാഗത്തേക്ക് നമുക്കതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. And next question, a fielder pulls his hands backward after catching the cricket ball. നമുക്കറിയാം അല്ലേ, നമ്മൾ ധോണിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ. ബോൾ കാച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? കൈ ഇങ്ങനെ പുറകിലോട്ട് വലിക്കാറുണ്ട്. എന്തിനാണ്? ഓപ്ഷൻസ് നോക്കിയോ. എക്സേർട്ട് ലാർജർ ഫോഴ്സ് ഓൺ ദ ബോൾ. ആണോ? ലാർജ് ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൈ വേദനിക്കില്ലേ? സോ അതൊരിക്കലും അല്ല. നെക്സ്റ്റ്, റെഡ്യൂസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബോൾ. ശരിയായിരിക്കാം അല്ലേ, കാരണം റെഡ്യൂസ് ഫോഴ്സ് ചെയ്താൽ നമുക്ക് പെയിനൊക്കെ അവിടെ കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ്, ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് അല്ലെ, മൊമെന്റം നമുക്കറിയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ആണ്. ടു ഇൻക്രീസ് ദ ഫോഴ്സ് ആണോ? നെവർ. ഇൻക്രീസ് ദ ഫോഴ്സ് ഇൻക്രീസ് ആയാൽ നമ്മൾ കയ്യിൽ അനുഭവിക്കുന്ന ആ ഒരു പെയിന് കൂടും അല്ലേ. തെറ്റാണ്. നെക്സ്റ്റ്, കീപ് ദ ബോൾ ഇൻ ഹാൻഡ്സ് ഫേംലി എന്നല്ല. മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് റെഡ്യൂസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബോൾ. അതുവഴിയാണല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമ്മളെ കയ്യിൽ അനുഭവപ്പെടുന്ന ആ ഒരു പെയിന് കുറയ്ക്കാൻ പറ്റുക അല്ലേ, ഫോഴ്സ് കുറയ്ക്കുക അല്ലേ. അത് നമുക്ക് അറിയുന്ന കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ മാസ് ഓഫ് എ ബോഡി ഇസ് ഡബിൾഡ് ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി ബിക്കംസ് ഹാഫ്, ദെൻ ദ ലീനിയർ മൊമെന്റം ഓഫ് ദ ബോഡി വിൽ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മൊമെന്റം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് മാസ് ഇസ് ഈക്വൽ ടു എന്താ ചെയ്യുന്നത്? മാസ്
ഡബിൾ അല്ലെ, ഡബിൾ ആക്കുന്നു, 2 into m ആക്കുന്നു. ആൻഡ് വെലോസിറ്റി എന്താ നമ്മൾ ചെയ്യുന്നത്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താ മക്കളെ ചെയ്യുന്നത്? വെലോസിറ്റി ബിക്കംസ് ഹാഫ്, ഉള്ള വെലോസിറ്റിന്റെ ഹാഫ് ആക്കുന്നു, v/2. ദെൻ നമുക്ക് മൊമെന്റം കണ്ടുപിടിക്കാം അല്ലെ, ദാറ്റ് ഈസ് p ഈസ് ഈക്വൽ ടു 2m into v/2. then we will get mv അല്ലേ. നോക്കിയോ, പി സിക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. നമുക്ക് എന്താ ഫൈനൽ കിട്ടിയത്? പി സിക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. സോ റിമെയിൻസ് ദ സെയിം ആയിരിക്കും, ഒരു മാറ്റം വരുന്നില്ല. നിങ്ങൾ അവിടെ മനസ്സിലാക്കുക കേട്ടോ. നെക്സ്റ്റ്, എ ബോൾ ഹാസ് എ മാസ് ഓഫ് 1 kilogram ആൻഡ് എ സ്റ്റോൺ ഹാസ് എ മാസ് ഓഫ് 4 kilogram. ഇഫ് അരുൺ വാണ്ട്സ് ടു ലിഫ്റ്റ് ബോത്ത് ഒബ്ജെക്ട്സ്, ദ ലിഫ്റ്റിംഗ് ഓഫ് വിച്ച് ഒബ്ജെക്ട് വിൽ റിക്വയർ മോർ ഫോഴ്സ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഫോഴ്സ് കൂടും എപ്പോൾ? മാസ് കൂടുമ്പോഴല്ലേ. അപ്പോൾ ഏതിനാണ് കൂടുതൽ മാസ്, അയാൾക്കായിരിക്കും നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടത്. സോ നമുക്കിവിടെ 1 kilogram സ്റ്റോണും ഉണ്ട്, പിന്നെന്താ ഉള്ളതടാ? 1 kilogram ഉള്ള ബോളും ഉണ്ട്, ദെൻ 4 kilogram ഉള്ള ഒരു സ്റ്റോണും ഉണ്ട്. സോ നമുക്കറിയാം ഏതിനാണ് നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരിക? ഏതിനാണ് കൂടുതൽ ഫോഴ്സ് കൊടുക്കുക? ഓഫ് കോഴ്സ് അത് 4 kilogram സ്റ്റോണിനോരായിരിക്കും. സ്റ്റോൺ ആണ് അല്ലേ. നെക്സ്റ്റ്, മൊമെന്റം ഓഫ് എ ബോഡി ഓഫ് മാസ് 0.5 kilogram മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 10 meter/second ഈസ്. മൊമെന്റം കണ്ടുപിടിക്കാനാണ്. മൊമെന്റം പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് നമുക്കറിയാം. സോ മാസ് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്? 0.5 kilogram ആണ് അല്ലേ. ആൻഡ് വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് അത് 10 meter/second ആണ്. സോ മൊമെന്റം കണ്ടുപിടിക്കാം 0.5 into 10 അല്ലേ. 0.5 എന്ന് പറഞ്ഞാൽ 1/2 into 10. we will get 5 എന്ന് മാത്രം എഴുതിയാൽ പോരാ, 5 അല്ലേ. നമ്മുടെ മൊമെന്റത്തിന്റെ യൂണിറ്റും കൂടെ ഇവിടെ നമ്മൾ എഴുതി കൊടുക്കണം. സോ ഹിയർ വി ഹാവ് kilogram meter/second ആസ് ദി യൂണിറ്റ് ഓഫ് മൊമെന്റം. സോ വി ഗോട്ട് ഓപ്ഷൻ ബി ആസ് യുവർ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് ക്യാൻ ചേഞ്ച് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജെക്ട്, ക്യാൻ ചേഞ്ച് മൊമെന്റം ഓഫ് എൻ ഒബ്ജെക്ട്. കറക്റ്റ് ആണ്. സോ ഹിയർ വി ഹാവ് ഓപ്ഷൻ സി ആസ് ദി റൈറ്റ് ആൻസർ. സോ വി ക്യാൻ, നമുക്ക് സിയിൽ എന്ത് കേൾക്കാം അല്ലേ, കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. എന്താണ് മൊമെന്റത്തിന്റെ യൂണിറ്റ്? നമുക്കറിയാം അത് kg/second ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം? എന്തായിരിക്കും പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താണ് മൊമെന്റത്തിന്റെ യൂണിറ്റ്? kg/second. ആൻഡ് വാട്ട് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം? എന്താ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൊമെന്റം ചേഞ്ചിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. യൂണിറ്റ് എന്ന് പറയുമ്പോൾ മൊമെന്റത്തിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മൊമെന്റത്തിന്റെ യൂണിറ്റ് തന്നെയാണ് kg/second divided by unit of time, again second, then we will get kg/second² എന്ന് കിട്ടും. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിൽ നോക്കാം അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഇതിലൊരു അറേഞ്ച്മെന്റ് നടത്തിയാൽ മതി. ദെൻ kg/second⁻² അല്ലേ. s² നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ -2 എന്നാകും. സോ ഹിയർ വി ഹാവ് ഓപ്ഷൻ എ ആസ് റൈറ്റ് ആൻസർ. സോ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യനും കൂടെ തന്നിട്ടാണ് ഞാൻ പോകാൻ പോകുന്നത്. വാട്ട് ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഓഫ് മാസ് 1 kilogram ഫ്രം 20 meter/second to 30 meter/second in 2 seconds. ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഫോഴ്സ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഹിന്റ് ഞാൻ തന്നെ പറഞ്ഞുതരാം. നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ബോഡിൻ്റെ മാസ് തന്നിട്ടുണ്ട് അല്ലേ. മാസ് ഇസ് ഈക്വൽ ടു 1 kilogram. ആൻഡ് നമുക്കിവിടെ 2 വെലോസിറ്റി തന്നിട്ടുണ്ട്. നമുക്കറിയാം ആദ്യത്തെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ, u = എത്രയാണ്? 20 meter/second ആണ്. ആൻഡ് ഫൈനൽ വെലോസിറ്റി v = 30 meter/second ആണ്. അതിനടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് 2 seconds ആണ്. സോ സിമ്പിളായിട്ട് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് അല്ലേ, ma ആണ്. ആൻഡ് ഹിയർ വി ഹാവ് എ. എങ്ങനെ കണ്ടുപിടിക്കും? എ നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷേ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ആൾക്കാരെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ കണ്ടുപിടിക്കാം. എ ഇസ് ഈക്വൽ ടു v - u / t ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. സോ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ ആൻസർ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതൊക്കെ. സോ നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.